അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊരു സദസ്സിൽ, ഒരു ഇൽമിൻ്റെ സദസ്സിൽ നമുക്ക് ഒരുമിച്ച് കൊള്ളാൻ സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇൽമിനെ വർദ്ധിപ്പിച്ച് തരട്ടെ. ഇൽമിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ റൗളത്തു മിൻ റിയാദിൽ ജന്നയിലായിരിക്കുന്നത്, അതായത് ഇൽമിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുള്ള പൂന്തോപ്പിൻ്റെ ഒരു പൂന്തോപ്പാണ്. ഇൽമിനൊക്കെ വളരെയേറെ പ്രാധാന്യം നൽകപ്പെട്ട ഒരു മതമാണ് നമ്മുടെ ഇസ്ലാം മതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് മനുഷ്യൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്, അറിയാതെ ചെയ്യുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്നവർക്ക് പാപമോചനത്തിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് കേട്ടതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ തെറ്റ് ചെയ്യുന്നവർക്ക് രാത്രി അവരെ തൗബക്കായി കാത്തിരിക്കുന്നു. രാത്രി തെറ്റ് ചെയ്യുന്നവരുടെ തൗബക്കായി പകലിൽ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ ഒരുപാട് ഹദീസുകളിലേക്കും ഒരുപാട് പ്രാസംഗികന്മാരിൽ നിന്നൊക്കെ കേട്ടതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ചില ഓഫറുകളുണ്ട്. ചില വാക്കുകൾ കൊണ്ട്, ചില പ്രവർത്തികൾ കൊണ്ട് പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് പറയും. അങ്ങനെയുള്ള ഒരു വാക്കിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതായിരിക്കും. എങ്കിലും അങ്ങനെ ഒരു വാക്കിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കേട്ടത് നിങ്ങളൊക്കെ പ്രാവർത്തികമാക്കണം. ഇല്ലേ? എന്നാൽ ഇന്ന് മുതൽ നിങ്ങളതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമുക്കറിയാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു ദിവസത്തിൽ 100 തവണ ഇസ്തിഗ്ഫാർ ചോദിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിലൂടെ കാണാവുന്നതാണ്. ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്നുള്ളത് ദോഷങ്ങൾ പൊറുക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ ദറജകൾ ഉയരാനും അതുപോലെ ചില ഉദ്ദേശങ്ങൾ നടപ്പാകാനുമൊക്കെ ഇസ്തിഗ്ഫാർ ഉപകാരപ്പെടുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടതാണ്, കേട്ടറിവുള്ളവരാണ്. പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. യുദ്ധമുഖത്ത് നിന്ന് നിങ്ങൾ തിരിഞ്ഞോടുകയാണെങ്കിൽ പോലും, യുദ്ധമുഖത്തിൽ നിന്ന് തിരിഞ്ഞോടുകയാണെങ്കിൽ പോലും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദോഷം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന്. നമുക്കറിയാം, സബഉൽ മുബീഖാത്തിൽപ്പെട്ട അല്ലെങ്കിൽ 7 വൻദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ് എന്ത്? യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത്. എന്നാൽ ആ ദോഷം പോലും ഈ ഒരൊറ്റ ഇസ്തിഗ്ഫാർ ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ആ ഇസ്തിഗ്ഫാർ കൊണ്ടുവരുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങളിൽ നിന്ന് പൊറുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തെ സംശുദ്ധമാക്കാനും അത് സാധിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യുക, നമ്മളെല്ലാവരും ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. ഞാൻ അതിൻ്റെ കുറഞ്ഞ മഹത്വങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഏത് ഇസ്തിഗ്ഫാറിനും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. ഏത് ഇസ്തിഗ്ഫാറായാലും അല്ലാഹുവിലേക്ക്, ഹൃദയത്തിൻ്റെ അവൻ്റെ കൽബിലേക്കാണ്ട് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ, നമ്മൾ ചൊല്ലുമ്പോൾ അല്ലാഹുവിൻ്റെ ആ മഹത്തായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കും. അവൻ പുറത്തു തരും. മറ്റുള്ള എല്ലാ ജീവിതത്തിൽ നമ്മൾ തെറ്റുകൾ വന്നു പോയതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ശിർക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്തുള്ളൂ, ബാക്കിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന ധാരാളം തെറ്റുകളുണ്ട്. ധാരാളമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും. അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടം അതാണ്, പുറത്തു തരുക എന്നുള്ളതാണ് അല്ലാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ആ ഇഷ്ടം നമ്മൾ മുൻനിർത്തിക്കൊണ്ട്, അല്ലാഹുവിൻ്റെ ആ ഇഷ്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിൻ്റെ ആ സന്തോഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. നമ്മൾ പൊറുക്കലിനെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു നമ്മോട് ഇഷ്ടമാണ് അല്ലാഹുവിന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നമ്മോട് ഇഷ്ടമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി തെറ്റായ രീതിയിൽ ഇങ്ങനെ നടക്കണു,
ഒരു കുട്ടി നല്ല രീതിയിൽ നടക്കുന്നു, ഒരിക്കൽ എന്ത് ചെയ്യും, ആ നല്ല രീതിയിൽ നടക്കുന്ന കുട്ടിയോട് നമുക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാവും അല്ലേ? പക്ഷേ തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് നമ്മുടെ മാതാവിൻ്റെ അടുക്ക് വന്നുകൊണ്ട് മാതാവിനോട് പറയാണ്, ഉമ്മ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യൂല, ഇനി എനിക്ക് ബോധ്യമായി ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ട് നടന്നോളാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യൂല എൻ്റെ ഉമ്മച്ചിയെ എന്ന് വന്നിട്ട് ഉമ്മച്ചിനോട് പറഞ്ഞാൽ ആ കുട്ടിൻ്റെ തലയിൽ ഇങ്ങനെ തടോടി, മോനെ ഇഞ്ഞൊന്നും വേണ്ടട്ടോ, ഇഞ്ഞൊന്നും ചെയ്യണ്ട കേട്ടോ, ജി അങ്ങനൊന്നും ആവണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇജി നന്നായിട്ട് നടക്കട്ട, ഉമ്മാക്കും ഉപ്പാക്കോ സന്തോഷമുള്ള രീതിയിൽ നാട്ടുകാർക്കൊക്കെ സന്തോഷമുള്ള രീതിയിൽ ആവട്ടട്ട എന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുക? അങ്ങനെയാണ് ഉമ്മ ആ കുട്ടിയോട് പെരുമാറുക അല്ലേ? അതുപോലെ ആ കുട്ടി ആ പറഞ്ഞതുപോലെ നടക്കാൻ തുടങ്ങിയാൽ ഉമ്മാക്ക് പ്രത്യേകമായ ഒരു കെയർ ആദ്യത്തെ നന്നായി നടന്ന കുട്ടീനേക്കാൾ ഈ മോശമായിട്ട് നന്നായ കുട്ടീനോടല്ലേ ഇരിക്കാറുണ്ടാവുക. കാരണം അവൻ പിന്നീട് തെറ്റിലേക്ക് പോകാതെ നോക്കണം. അവൻ പിന്നീട് എൻ്റെ ഒരു സ്നേഹക്കുറവുകൊണ്ട് അവൻ തെറ്റിലേക്ക് പോകാതിരിക്കട്ടെ, അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകാതെ നോക്കട്ടെ എന്നുള്ളത് ആ മാതാവിൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ മാതാവിന് ആ കുട്ടിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടാകും. അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നു, അള്ളാഹുവിനെ എതിർത്ത് നടന്നു ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആ ഒരു അപാരമായിരിക്കുന്ന ആ തൗബയുടെ വാതിലങ്ങോട്ട്, ആ തുറന്ന വാതിലിലൂടെ അള്ളാഹുവിലേക്കാണ്ട് അടുക്കുമ്പോൾ, തൗബയുടെ വാതിലിങ്ങനെ തുറന്നു വെച്ചിരിക്കുമ്പോൾ അള്ളാഹുവിലേക്കാണ്ട് അടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. അപ്പോൾ ആ സ്വീകരിക്കാനുള്ള മാർഗം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരും. നമ്മൾ തെറ്റുകളൊക്കെ ചെയ്തവരായിരിക്കും, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ആ തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ തെറ്റുകൾ വന്നു പോയതിൽ നമ്മൾ ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക. അപ്പോൾ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇസ്തിഗ്ഫാർ, പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ നിങ്ങളെല്ലാവരും പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്നാണ് ഹദീസിൽ കാണുന്നത്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി ആണ്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഒന്നുകൂടി, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? പകർത്തുക. ഇൻഷാ അല്ലാഹ് ഈ ഹദീസ് റിയാദുസ് സ്വാലിഹിലെ 174-ാമത്തെ ഹദീസായിട്ട് റിയാദുസ് സ്വാലിഹിൽ കാണാം. റിയാദുസ് സ്വാലിഹിൽ 1874-ാമത്തെ ഹദീസിലും അബൂദാവൂദ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 1517-ാമത്തെ ഹദീസും ആയിട്ടും, തിർമിദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു 3572, ഹാക്കിം 1511 ഈ ഹദീസ് വരുന്നു. അപ്പോൾ ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഈ കിതാബുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പകർത്തുക. ഞാൻ പറഞ്ഞല്ലോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റ് ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെയുള്ള ഇസ്തിഗ്ഫാറുകൾ ഒരുപാടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ പാപമോചനം തേടുന്നു. അള്ളാഹിനോട് നമ്മൾ പാപമോചനം തേടുകയാണ്. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ പാപമോചനം തേടുന്നു. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും സർവ്വലോക നിയന്താവുമായ അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ആരാധനില്ല. നീ തന്നെയാണ് ആരാധനക്കർഹൻ, അല്ലെങ്കിൽ നീയല്ലാതെ മറ്റൊരു ആരാധനില്ല. നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് അർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രത്യേകമായ കാരുണ്യത്തിന് വേണ്ടി
നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു ഇസ്തിഗ്ഫാർ നമ്മളെല്ലാവരും പ്രാവർത്തികമാക്കുക. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ഇസ്തിഗ്ഫാറുകളെക്കുറിച്ചും ദിക്റുകളുടെയൊക്കെ ഒരു പവിത്രതയെക്കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിച്ച് പറയാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നാഫിയ ഇൽമിനെ നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളിതൊക്കെ പ്രാവർത്തികമാക്കുക. അല്ലാഹു ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിയിൽ ഖദറിൽ അലീമിൽ ജായി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.